ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാതാണ് നമ്മൾ സ്ട്രാറ്റജി. നിഫ്റ്റി നോക്കാം. നിഫ്റ്റി ഓസം മൂവ്, റൈറ്റ്? സൂപ്പർ മൂവാണ് നിഫ്റ്റി. നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആണെന്ന് പറയാം. കാരണം വെച്ചാൽ ഇത്രയ്ക്ക് അനലൈസിസ് ഇത്രയ്ക്ക് പെർഫെക്റ്റ്ലി നമ്മൾ ലാസ്റ്റ് 5 ദിവസമായിട്ട് ഐ തിങ്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റ് എന്താണ് വീക്കസ്റ്റ് പാർട്ടാണ്. ഇത് ഹ്യൂജ് ഫോൾ വന്ന ചെറിയൊരു ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഫോൾ. ഈ ലോ ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് ഏഡ് ലോ ബ്രേക്ക് ചെയ്താൽ വി ക്യാൻ സീ ഫോർ ദ മൂവ്സ് താഴേക്ക് പിൻ പോയിന്റിന് എക്സാക്ട്ലി എവിടെ വന്ന് നിൽക്കുന്നു കണ്ട. ഇതാണ് നമ്മുടെ ഇലിയറ്റ് വ്യൂ തിയറി. ഇത് മാത്രമല്ല പറയണത്. ദാറ്റ് മീൻസ് ലെവൽസ് മാത്രം ഫൈൻഡ് ചെയ്യാമെന്നല്ല ഇലിയറ്റ് വ്യൂ തിയറി യൂസ് ചെയ്യുന്നത്. ഇലിയറ്റ് വ്യൂ തിയറി എപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണ് അതിൻ്റെ യൂസ്? മീൻസ് ഹ്യൂജ് ഫോൾ വന്നു, അതിൻ്റെ ബൗൺസ് എങ്ങനെയായിരിക്കും, എത്ര ആയിരിക്കും? അതിൻ്റെ ബൗൺസ് ചെറിയ ബൗൺസ് ഉണ്ടാവുള്ളൂ, സ്ലോ ആയിരിക്കും, ടൈം ടേക്കിംഗ് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ടൈം ടേക്കിംഗ് ബി ആകുമ്പോഴത്തേക്കും ബി ടൈം ടേക്കിംഗ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. ബി എപ്പോഴും ഓൾവേസ് ടൈം ടേക്കിംഗ് ആയിരിക്കുള്ളൂ, റൈറ്റ്? പിന്നെ ഇവിടെ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞായിരുന്നു, പ്രൈസ് ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത് വന്നാൽ ചിലപ്പോൾ തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. 1, 2, 3, 4 and 5 അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാകും. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ചെറിയൊരു 4 ബൗൺസ് ആൻഡ് ദെൻ 5th മേ ബി ഐ തിങ്ക് ഇത് തന്നെയാണ് 4 ബൗൺസ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്കിപ്പോൾ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മീൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ. എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? 1, ഓക്കെ, ഇത് 1, ഇത് 2 ബൗൺസ്, ഇത് 3 ആൻഡ് 4th ബൗൺസ് ഇത്ര വരെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് 4 ബൗൺസ് ഇതേ ഉള്ളൂ ആൻഡ് 5th ആണ് ഐ തിങ്ക് ഇത്. അല്ലെങ്കിൽ 3rd പാർട്ട് തന്നെയാണോ എന്ന് ഇതും നമുക്ക് ഇത് പറയാം. സ്റ്റിൽ ഇതിൻ്റെ 3rd പാർട്ട് തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഫുൾ 3rd ആണ് ആൻഡ് ദെൻ വീണ്ടും 4th ബൗൺസ് വരും ആൻഡ് ദെൻ 5th. ഓക്കെ, 4th ബൗൺസ് വരും ആൻഡ് ദെൻ 5th വീണ്ടും താഴേക്ക്. അങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസസ് ഇൻ പ്രോബബിലിറ്റി അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇപ്പോൾ ഈസിലി കിട്ടത്തില്ല, സമയം എടുക്കും. ബട്ട് യെസ്, 3rd ആണെങ്കിൽ 3rd ആണോ 5th ആണോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു ബൗൺസ് വരും. ഓക്കെ, ബൗൺസ് വന്നിട്ടേ പിന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ്. ഓക്കെ, ഇത് നോക്കാം. നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം എടുക്കാം. ഫസ്റ്റ് ഈ ലെവൽസൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഐ തിങ്ക് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇതൊക്കെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി ചാർട്ട് നമുക്ക് സ്റ്റാർട്ടിങ് റീഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഈ വരുന്ന ഫോൾ എന്താണ്? ബി ബൗൺസ്. ഓക്കെ, ബി ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും സി. ഓക്കെ, ഇതാണ് സി എപ്പോഴും നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഫ്രം ടോപ്പ് ടു ലോ. ഇതാണ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഫ്രം ഹിയർ ടു ഹിയർ ആൻഡ് ദെൻ ഇങ്ങനെ. പ്രൈസ് പെർഫെക്റ്റ്ലി 81.20% വന്ന് നിൽക്കാനാണ് ഇപ്പോൾ. ഓക്കെ, പെർഫെക്റ്റ്ലി 81.20%ലാണ്. സോ മോസ്റ്റ്ലി ചാൻസസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ എന്താണ്? ഇനി ഫോൾ ഇതിൻ്റെ ബില്ല് തന്നെയാണ്. ഓക്കെ, 81.20%. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതാണ്. ഇത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഞാൻ അന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. കുറേ ദിവസം മുന്നേ ആണ് വരച്ച് വെച്ചേക്കുന്നത്. പിന്നെ മറ്റ് ചാനൽ, ബാക്കപ്പ് ചാനൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അതുകൂടി. സോ പെർഫെക്റ്റ്ലി അവിടെ സിങ്ക് ആയിട്ടുണ്ട് ആ ഒരു. സോ ഇനി ഇതാണ് ആ ഒരു ട്രെൻഡ് ലൈൻ. സോ മീൻസ് ഓവറോൾ ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുമോ ഇല്ല എന്ന് നമുക്കൊന്നും പറയാനില്ല, റൈറ്റ്? ഓവറോൾ ഇത് നല്ല ഒരു സപ്പോർട്ടാണെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് എന്താണ് 81.20% കൂടി പെർഫെക്റ്റ്ലി വരുന്നു. സോ മേ ബി നാളെ ബൗൺസ് വരുവാണെങ്കിൽ, ബൗൺസാണ് ഇൻ കേസ് നാളെ ബൗൺസ് വരുവാണെങ്കിൽ, ബൗൺസ് നമുക്ക് നോക്കാനുള്ളത് ബൗൺസ് റിവേഴ്സലാണോ മാർക്കറ്റിൻ്റെ, ഓർ ഇതിൻ്റെ 1, 2, 3 ആൻഡ് 4th ആൻഡ് ദെൻ 5th ആണോ? ഓക്കെ, അതെങ്ങനെ കിട്ടി? ഇൻ കേസ് ബൗൺസ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. സോ 50% ഈ ഫോളിൻ്റെ 50% ഏരിയ അതാണ് ഡിസൈഡ് ചെയ്യുക. 50% റിജക്ഷൻ കിട്ടുവാണെങ്കിൽ, 50% അതിന് മുന്നേ തന്നെ റിജക്ഷൻ എടുത്ത് പ്രൈസ് തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ലോ സേഫ് അല്ല. പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും 5th. ഓക്കെ, പിന്നെ ആ ഒരു സിനാരിയോ ബാക്കി താഴത്തെ ലെവൽസ് ഞാൻ ഓൾറെഡി സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യാം. ആ ലെവൽസ് ആക്റ്റീവ് ആവും. ബട്ട് ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡാണ് നാളത്തെ. ഓക്കെ, ഓപ്പണിങ് എങ്ങനെയാണ്? ഓക്കെ, സോ ഇതാണ് ഓവറോൾ ഈ സ്ട്രക്ചർ. ബുളിഷ്നെസ് എപ്പോഴാകും? ബുളിഷ്നെസ് നമുക്ക് വേണമെങ്കിൽ 61.80%. ഇവിടെ നല്ലൊരു സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഇതാണ്. ഇത് മാർക്ക്. ഇതിൻ്റെ അബവ് ഇനി ബുള്ളിഷ്നെസ് ചിന്തിക്കാവുള്ളൂ.
ഇതിൻ്റെ അഭാവ് ബുള്ളിഷ്നെസ് ചിന്തിക്കാവുള്ളൂ. നല്ല ഒരു റെസിസ്റ്റൻസ് സോണാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കാൻ. ഓക്കെ, തിക്കാക്കി മാർക്ക് ചെയ്തു. ആൻഡ് ബിയറിഷ്നെസ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ നാളെ ഫസ്റ്റ് ഓപ്പണിംഗ് നോക്കണം. എങ്ങനെയാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്, എന്താണ് ഓപ്പണിംഗ്, അതാണ് നോക്കാനുള്ളത്. കാരണം വെച്ചാൽ പെർഫെക്റ്റ്ലി ആ ഒരു ലെവൽ ടച്ച് ചെയ്തു ആൻഡ് ദെൻ കറക്റ്റ് ടൈപ്പ് ഓഫ് ഒരു റിവേഴ്സൽ സൈൻ കാണിക്കുന്നു. നല്ലൊരു ഗ്രീൻ കാൻഡിൽ കിട്ടിയാൽ ദാറ്റ് മീൻസ് റിവേഴ്സൽ അല്ല, ബൗൺസ് തന്നെ പറയാം. ആദ്യം ബൗൺസേ പറയുള്ളൂ നമുക്ക് റിവേഴ്സൽ പറയാൻ പറ്റത്തില്ല ഈ ഒരു സിനാരിയിൽ. കാരണം വെച്ചാൽ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടല്ലോ ഇവിടെ, എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ നിന്ന് വന്ന് സിയിൽ 5 മൂവ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് 1, ഇത് 2, 3, 4, 5 ആണോ ഓർ ഇത് ഫുൾ 3 ആണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. സ്റ്റിൽ വീക്ക്നെസ് ഉണ്ട്. സ്മോൾ ടൈം ഫ്രെയിം, 1 hour ടൈമിന്, ബിഗർ, 1 day എല്ലാത്തിനും ഇപ്പോൾ വീക്ക്നെസ് ആണ്. സോ റിവേഴ്സൽ പ്ലേ ചെയ്യാനേ ഇപ്പോൾ ഇല്ല. ഇൻ കേസ് റിവേഴ്സൽ പ്ലേ ചെയ്യുകയാണെങ്കിലും അപ്പോൾ 15 minutes ടൈം ഫ്രെയിമിൽ 1 ബൗൺസ് വരും, പിന്നെ 2 day റീട്രേസ്മെൻറ്റ്, ദെൻ 3 ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഒരു എന്തെങ്കിലും നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അത് 15 minutes ടൈം ഫ്രെയിമിൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻ ആണെങ്കിൽ മിനിമം 15 minutes ടൈം ഫ്രെയിമിൽ അങ്ങനത്തെ റിവേഴ്സൽ കാണുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും നോക്കാനില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ വീക്ക്നെസ് തന്നെയാണ്, അല്ലാണ്ട് ഇതൊന്നുമില്ല. ഓക്കെ, പിന്നെ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ചെയ്യാനാണ്. ഇപ്പോൾ താഴത്തെ ലെവൽ ഇൻ കേസ് ഫോർ ഡൗൺ ഫോൾ വരികയാണെങ്കിൽ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ഇങ്ങനെയൊക്കെ ആകും. താഴത്തെ ലെവൽസ് നമ്മൾ 81.0% വരെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ. സോ അതിൻ്റെ ബില്ലോ നമ്മളെ ലെവൽസ് വരുന്നത് ഏതൊക്കെയാണ്? 100%, 127%, 161.80% വരെ നമുക്ക് ചാൻസസ് ഉണ്ട്. 161.80% മാക്സിമം ആണ്, ഐ തിങ്ക് അങ്ങനെയാണ്. നമുക്ക് നോക്കാം. 161.80% മാക്സിമം വരെ ഒക്കെ പോകാറുണ്ട്. ഓക്കെ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതും ആവാം, റൈറ്റ്? ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? താഴേക്ക് വന്നിട്ട് വീണ്ടും ഒരു ബൗൺസ് എന്തിന് വീണ്ടും ഫോളോ ആവാൻ ചാൻസ്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് പ്ലേ ചെയ്യില്ലേ, ഡൗൺ സൈഡിൽ നിന്ന് പ്ലേ ചെയ്യുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈസ് ഒരു ബൗൺസ് തരണം, ദെൻ ഫോൾ തരണം. കാരണം അതിൻ്റെ സ്മോൾ പാർട്ടിൽ വരുവാണെങ്കിൽ ഇതിൻ്റെ സ്മോൾ പാർട്ട് ഇത് മേ ബി ഇത് 1, 2, ഈ തേർഡ് ആണെങ്കിൽ സ്റ്റിൽ ഇത് തേർഡ് ആണെങ്കിൽ തേർഡിൻ്റെ 1, 2, 3, 4 and 5 അങ്ങനെ ആവാം. തേർഡിൻ്റെ 5 അതും ആവാം. വെയിറ്റ് ചെയ്യണം. റിവേഴ്സൽ സൈൻ ഒന്നുമില്ല. വെയിറ്റ് ചെയ്യുക, തിരക്ക് പിടിക്കാതെ നോക്കിയിട്ട് പ്ലേ ചെയ്യണം. ലെവൽസ് നിങ്ങളുടെ മുമ്പിലാണ്. ലെവൽസ് ഇല്ലാണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആവില്ല. ലെവൽസ് ഇല്ലാണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആവില്ല. നമ്മുടെ ലെവൽസ് കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ റിവേഴ്സൽ എടുക്കുകയുള്ളൂ. നമ്മുടെ ലെവൽസ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് അങ്ങനെ റിവേഴ്സൽ എടുക്കത്തില്ല. അങ്ങനെയാണ് യൂഷ്വലി. അതാണ് എലിറ്റ് പ്ലസ് ടെക്നിക്കൽ അനാലിസിസ്. പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ് പൊട്ടിയും റിസൾട്ട് കിട്ടി. WD GAN ഡേറ്റ് ആയിരുന്നു. ഞാൻ ഇന്നലത്തെ ഒരു തംബ്നെയിൽ ബിഗ്ഗറായിട്ട് എഴുതിയായിരുന്നു. മീൻസ് GAN ഡേറ്റ് ആണ്. GAN ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. അല്ലാണ്ട് ഫോൾ ആണോ അല്ലെങ്കിൽ ഇതാണോ എനിക്കറിയില്ല, എനിക്കും അറിയത്തില്ല. ബട്ട് യെസ്, മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. അതാണ് WD. നാളെയും GAN ഡേറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇന്ന് ഇത്ര മൂവ് കിട്ടി, നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, നാളെയും GAN ഡേറ്റ് ഉണ്ട്. ഓക്കെ, ക്രൂഡ് ഓയിൽ അനുസരിച്ച് കിടക്കാം. ക്രൂഡ് ഓയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ അബവ് പോവാണെങ്കിൽ പ്രൈസ് ബുള്ളിഷ്നെസ് ഇത് നമുക്ക് ഡിസ്കസ് കഴിഞ്ഞു. ഇനി എന്താണ് ക്രൂഡ് ഓയിൽ 1, ഇത് ഫുൾ 2, ഓക്കെ 3 എൻറ്റേർഡ് ഐ തിങ്ക്. യെസ്, തേർഡ് ഇത് 1, 2 and 3 എൻറ്റേർഡ് ആയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിലിൻ്റെ ഇനി അനലൈസിസ് നമുക്ക് നോക്കാനാണെങ്കിൽ അതാണ് 15 minutes ടൈം ഫ്രെയിമിൽ റിവേഴ്സൽ കിട്ടുന്നത്. ഓക്കെ ഇത് 1, ഇത് ഫുൾ 2 ആണ്. 1ൻ്റെ ഹൈ ക്രോസ് ചെയ്യുക, 3rd എൻറ്റേർഡ് ആയി എന്ന് പറയാം. ഓക്കെ, സോ 3, 4, 5 എങ്ങനെ പ്ലേ ചെയ്യാം. 81.20% നല്ല ഒരു റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് 81.80%. ഫെയിലിയർ ആണെങ്കിൽ അവിടെ നിന്ന് ഫെയിലിയർ വരാറുള്ളൂ. അതിൻ്റെ ഇപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആയ പ്രൈസ് ബൂം. അങ്ങനെയാണ് യൂഷ്വലി 81.20%ൻ്റെ ഒരു നല്ല ഒരു റേഷ്യോ ആണ് 81.20%. ഓക്കെ, സോ 15 minutes ടൈം ഫ്രെയിമിന് 1, 2 and 3 ഓൺ ഗോയിങ് ആണ്. 3 ഇവിടെ വരെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ മുകളിൽ വരെ പോകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഫോർത്തിൽ ഡൗൺ സൈഡ് വരുമ്പോൾ അതിന് ചാൻസ് കിട്ടും ടു പ്ലേ 5th. ഓക്കെ, 5th ഇത് എന്തായാലും ക്രോസ് ചെയ്ത് വരണം. അങ്ങനെയാണ് 5th ഒരു. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് ബിയറിഷ്നെസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ബിയറിഷ്നെസ് ആണ് കേട്ടോ. ബിയറിഷ്നെസ് ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വെച്ചോ, ഓർ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ മാർക്ക് വെച്ചത്. ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബ്രേക്ക് ഇത് കണ്ട, ഇവിടെ ട്രാപ്പാണ്. ഇത് കണ്ട, ബ്രേക്ക് ചെയ്തു, സഡൻ തിരിച്ച് കൊണ്ടുപോയി. സോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യണം. ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ. ഞാൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ നെക്സ്റ്റ് അതിന് മുന്നേ ഉള്ള റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എസ് എൽ വയ്ക്കുക. അങ്ങനെയാണ് യൂഷ്വലി എല്ലാം ട്രേഡിങ് സ്ട്രക്ചർ, അങ്ങനെയാണ് നമ്മുടെ എല്ലാം കൂടി നമുക്ക് ട്രേഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി റിസൾട്ട്സ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി യെസ് പെർഫെക്റ്റ്. ഓക്കെ, 1 2 3 ഫോർത്തിന് സപ്പോർട്ട് എടുക്കാതെ പ്രൈസ് താഴേക്ക് വീഴുന്നു. അതന്നെ 1 2 3 4 5. ഇനി ഇതിൻ്റെ അബവ് ബുള്ളിഷ്നെസ്. ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ട്രയാങ്കിൾ എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ബാങ്ക് നിഫ്റ്റി 61.80% സപ്പോർട്ടാണ്. പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 81.0%. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ടിലാണ്. നെക്സ്റ്റ് സപ്പോർട്ട് 81.20% ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചു. ഓക്കെ, നീ ഇതിൻ്റെ അബവ് ബുള്ളിഷ്നെസ് ആണ്, അല്ലെങ്കിൽ അല്ല ട്രയാങ്കിളും ഇല്ലല്ലോ. ഇതിൻ്റെ ബിലോ 59,125 ബിലോ പ്രൈസ് വീക്ക് ആകും ബാങ്ക് നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റിൻ്റെ കാലും ബെറ്റർ സിറ്റുവേഷനാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കിടക്കുന്നത്. ബെറ്റർ സിറ്റുവേഷൻ മീൻസ് അത്രയ്ക്ക് സെൽ ഓഫ് ഇതിനകത്ത് കാണുന്നില്ല. നിഫ്റ്റിയിൽ നല്ലൊരു സെൽ ഓഫ് ആണ്, ബാങ്ക് നിഫ്റ്റിയിൽ അത്ര സെൽ ഓഫ് ഇല്ല. സോ റിവേഴ്സൽ തരുവാണെങ്കിൽ ഇതായിരിക്കും ആദ്യം റിവേഴ്സൽ തരുന്നത്. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അതന്നെ കാരണം ഇത് ഫുൾ സൈഡ് വേസ് ആണ്. പിന്നെ ഇവിടുന്ന് ബൗൺസ് 1 2 3 1 2 3 4 5 നോക്കാം. എന്തായാലും എന്താ അപ്കമിങ് ടൈമിൽ നോക്കാം. ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ പോലെ തന്നെ സെൻസെക്സിന് ലെവൽ ആക്റ്റീവായി ഫോർദർ. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിൽ നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഫ്രം ഹിയർ നിഫ്റ്റിയുടെ പോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സെൻസെക്സിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് ഇത്രയും സമയമുണ്ടല്ലോ. ഇത് 81.0% ഇവിടെയാണ് കിടക്കണം ഇതിന്. സോ ഇത് സപ്പോർട്ടിലില്ല. ഓക്കെ, 100% നെക്സ്റ്റ് സപ്പോർട്ട് 127 ഫർദർ സപ്പോർട്ട്സൊക്കെ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ സപ്പോർട്ടില്ല ഇത്. സോ മേ ബി ഇതിൻ്റെ കൗണ്ടർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ 1 2 3. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇത് 1 2 ഇത് ഫുൾ 3യുടെ പാർട്ടാണ്. 3യുടെ 1 2 3 4 and 5 മേ ബി ചാൻസസ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കാം എല്ലാവരും കൂടി. എനിക്കും ഇപ്പോൾ കൺഫർമേഷൻ ലൈവ് മാർക്കറ്റിലേ നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? മീൻസ് 3യുടെ ഇത് 1 2 3 3യുടെ അകത്ത് ഇത് 1 ഇത് 2 ഇനി 3 ഇവിടെയാണ് തന്നെ. ഇവിടെ 3 പിന്നെ അതിൻ്റെ 4th and 5th മേ ബി അങ്ങനെ ആവാം കേട്ടോ. നിഫ്റ്റിയും സെൻസെക്സ് മേ ബി ഓപ്പണിംഗ് ലൈവ് മാർക്കറ്റിൽ നമുക്കത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, അതുപോലെ ചെയ്യുക. നിഫ്റ്റി മിഡ് ക്യാപ്സ് എടുത്ത് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയ ഫർദർ ഫോൾ പെർഫെക്റ്റ്ലി അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട് എല്ലാവരും. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഒന്നും സപ്പോർട്ട് എടുക്കുന്നില്ല. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ABC ആയിട്ട് ഇത് A, ഇത് B പോയി ഇത് C ആണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. യെസ്, മനസ്സിലായോ? ഞാൻ റീഡ് ചെയ്യുന്നത് ഈ ടോപ്പ് 0 3 മൂവ്സിൽ ഫോൾ A 1 2 3 4 5 6 ഇത് BI. ഓക്കെ, സിയുടെ ഫോളോ ആണ്. ബിയുടെ നേച്ചർ ശരിക്കും ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം വെച്ചാൽ ബി സംടൈംസ് സിംഗിൾ ഷോട്ടിൽ പോകും, സംടൈംസ് B 3 മൂവ്സിൽ പോകും, സംടൈംസ് 5 മൂവ്സ് 8 മൂവ്സ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് നേച്ചറാണ് ബിയുടെ. അത് മീൻസ് 5 മൂവ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു റിജക്ഷൻ ബിയുടെ ബിഹേവിയർ ആയിരിക്കും. അത് സ്റ്റാർട്ടിങ്ങിൽ പാടായിരിക്കും മനസ്സിലാക്കാൻ ബിയുടെ ബിഹേവിയർ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നാളെ എക്സ്പീരിയൻസ് ആവണം. എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും. യെസ്, അത് ബി ആയിരുന്നു, ബിയുടെ ബിഹേവിയറാണ്. അങ്ങനെ ടൈം എടുക്കും, ടൈം കൊടുക്കുക, അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് പഠിക്കാനാണെങ്കിൽ ടൈം കൊടുക്കുക. സോ ഇതിങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മുടെ ഫർദർ ലെവൽസ് നമ്മുടെ ഇങ്ങനെ ആക്റ്റീവായി. ഓക്കെ, 127% കറക്റ്റ് സപ്പോർട്ടിലാണ്. 127 താഴെ ഫർദർ 161.80% ആൻഡ് 160 ആൻഡ് 200% ആൻഡ് ബാക്കി ലെവൽസ് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ സിയുടെ അകത്ത് 1 2 സിയുടെ അകത്ത് 1 2 3 ആണ്. ഇത് 4 and 5 കിടക്കുന്നത്. സോ ഈസിലി റിവേഴ്സൽ ഇപ്പോൾ കാണുന്നില്ല. പിന്നെ
ഇത് എടുക്കുക, ഇതിൻ്റെ അകത്ത് വീണ്ടും ഇത് ക്ലോൺ എടുക്കുക, കോപ്പി എടുക്കുക, എന്നിങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഈ സംഭവം റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ്, മനസ്സിലായോ? പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. സോ പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ റെസിസ്റ്റൻസ് തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. എനിക്ക് താഴെ ഇവിടെ വരെ വന്നു പിന്നെ തിരിച്ച് മുകളിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ടാവും. പിന്നെ അതല്ല, ഇതിൻ്റെ നമ്മൾ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് പ്രൈസ് റിവേഴ്സൽ തരാനാണെങ്കിൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് ബ്രേക്ക് ഡൗൺ ആയി തിരിച്ച് മുകളിലേക്ക് സ്പീഡിൽ കയറണം. സ്പീഡിൽ കയറിയിട്ട് സ്പീഡ് തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം. ഏത് ഈ മുകളിലത്തെ ബ്ലാക്ക് ലൈൻ്റെ അങ്ങനെ റിവേഴ്സൽ തരുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതാണ് ജെന്യുവൻ റിവേഴ്സൽ. ദാറ്റ് മീൻസ് സ്പീഡിൽ, ഇമ്പൾസിൽ, ഓക്കെ, സ്പീഡിൽ. അതിനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഈ ക്ലോൺ കോപ്പി. ഓക്കെ, കോപ്പി, ട്രെൻഡ് ലൈൻ ഓഫ് കോപ്പി. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.